ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് മാർച്ച് മാസം 13 വ്യാഴാഴ്ച, നോമ്പിൽ 8 ദിനം. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. അല്പസമയ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം വാഷ്ഡ് ക്ലീൻ, കഴുകി വൃത്തിയാക്കുക. അതിനാധാരമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1 അധ്യായം അതിൻ്റെ 18 വാക്യം. Come now, let us reason together, says the Lord. Though your sins are like scarlet, they shall be as white as snow. Though they are red like a crimson, they shall become like wool. വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ കടും ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1 അധ്യായം അതിൻ്റെ 18 വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുമ്പോൾ അതിനൊരു ചരിത്ര പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ പ്രയോഗങ്ങളുടെ അർത്ഥവും ആഴവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ആമോസിൻ്റെ മകനായ യെശയ്യാവ് യഹൂദ രാജാക്കന്മാരായ ഉസിയാവ്, യോഥാം, ആഹാസ് എന്നിവരുടെ കാലത്താണ് യഹൂദയും യെരൂശലേം പറ്റിയുള്ള ഒരു ദർശനമായിട്ടാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. ക്രിസ്തുവിന് മുമ്പുള്ള 8 നൂറ്റാണ്ട് കാലഘട്ടം യഹൂദയെ സംബന്ധിച്ച് ആത്മീയമായി ഒരുപാട് മരവിച്ച ഒരു കാലഘട്ടമായിരുന്നു. അവരുടെ ജീവിതത്തിൽ അവരെ വിളിച്ച് ആ മനോഹര ഇടത്താക്കിയ ദൈവത്തെ മറന്ന് തിന്മയിലും അനീതിയിലും വിശ്വസിച്ച് വിഗ്രഹാരാധന ചെയ്ത് മലിനമായി തീർന്ന ഒരു സാഹചര്യമാണ് നമ്മോട് കാണുന്നത്. ഈ വേദഭാഗത്തിൻ്റെ ആഴത്തെ മനസ്സിലാക്കാൻ 3 ചിന്തകൾ നമ്മളെ സഹായിക്കും. ഒന്നാമത്തേത്, ആൻ ഇൻവിറ്റേഷൻ ടു റെപ്പൻറ്റൻസ്, അനുദപിക്കാനുള്ള ഒരു ക്ഷണം നമ്മളിവിടെ കാണുന്നുണ്ട്. ഇതിൻ്റെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1 അധ്യായം അതിൻ്റെ 18 വാക്യത്തിൻ്റെ ആദ്യ ഭാഗം പറയുന്നുണ്ട്, വരുവിൻ, നാം തമ്മിൽ വാദിക്കാം. ഒരു ലീഗൽ ഡിസ്കോഷനായിട്ട് തൻ്റെ ജനത്തെ ദൈവം തമ്പുരാൻ വിളിക്കുക, അവൻ്റെ മുമ്പിൽ ഹാജരാകാനായിട്ടാണ് കൽപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളെ നിയമിച്ചാക്കിയവന് മുമ്പിൽ വിളിച്ച് ചേർത്ത് ഹാജരാകാൻ കൽപ്പിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ചില തിരുത്തലിനെ കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. നമ്മൾ വിചാരിക്കും ഒരു ശിക്ഷ കൊണ്ട് ആ ജനതയെ മുച്ചൂടും മുടിച്ചു കളയാനുള്ള പരിശ്രമമാണ് എന്ന്. എന്നാൽ അങ്ങനെയല്ല. ഒരു ന്യായാധിപതിയായി ശിക്ഷിക്കാനല്ല, രക്ഷിക്കാനുള്ള പരിശ്രമമായിട്ടാണ് നമ്മളിതിനെ മനസ്സിലാക്കേണ്ടത്. ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ചില ധാരണകൾ തിരുത്തുന്നതാണ് യഹോവയായ ദൈവത്തിൻ്റെ ഈ മനോഭാവം. ശിക്ഷകനും തിന്മ സംഭവിക്കുമ്പോൾ മുച്ചൂടും മുടിച്ചു കളയുന്ന കഠിനഹൃദയനായ ദൈവസങ്കല്പത്തിൽ നിന്നും തൻ്റെ പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്താനുള്ള ഉള്ളിൽ ആഴമേറിയ വെമ്പലുമായി നിൽക്കുന്ന ദൈവത്തെ നാം ഇവിടെ കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ലീഗൽ ഡിസ്കോഷനായിട്ട് അവരെ വിളിക്കും, വരൂ, നമുക്ക് തമ്മിൽ വാദിക്കാം. ആ വാദത്തിലൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കും. ഈ വാദത്തിന് പരിസമാപ്തി എന്ന് പറയും 2 കൂട്ടരെയും തമ്മിൽ അവർ 2 പേർക്കും തുല്യമായി നീതി ഉറപ്പാക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നും ദൈവം ശക്തമായി നമ്മോട് പറയുന്നു. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് നമ്മൾ ഇത്തരം തിന്മയുടെ മാർഗത്തിലാണെങ്കിൽ, തിന്മയാൽ മലിനപ്പെട്ടുവെങ്കിൽ, പാപത്തിൻ്റെ അന്ധതയിൽ നമ്മൾ വിരാജിക്കുന്നുവെങ്കിൽ ദൈവം നമ്മോട് വിളിക്കുകയാണ്, മോനെ നീ വാ, നമുക്ക് തമ്മിൽ സംസാരിക്കാം. ഈ സംസാരത്തിനൊടുവിൽ നമ്മളെന്ന മനുഷ്യൻ ഇല്ലാതായി ആ ദൈവമായ പരമ അവസ്ഥയിലേക്ക് നമ്മൾ വിലയം പ്രാപിക്കും. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പരമപ്രധാനമായ ഒരു കാരണം. രണ്ടാമത് ഇവിടെ പറയുന്നത് ദ സീരിയസ്നെസ് ഓഫ് സിൻ, പാപത്തിൻ്റെ ഭീകരതയും നമ്മളിവിടെ കാണുകയാണ്.
യെശയ്യാ പ്രവാചകൻ പറയുന്നു, നിന്റെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും. വേദപുസ്തകത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവിടെ ഈ ഭാഗത്തിൻ്റെ വിശദീകരണങ്ങളുമായി ചേർത്ത് വായിക്കുമ്പോൾ ഒരു തലം ഇങ്ങനെ വിസിബിളാകും. കോക്കസ് ഇലിസിസ് എന്ന് പറയുന്ന ഒരു പെൺപുഴു അത് പ്രസവിക്കാറാകുമ്പോൾ ഒരു ഓക്കുമരത്തിൽ ചെന്നിരിക്കും. ലാർവകൾ വിരിഞ്ഞ് സ്വന്തമായി ജീവിക്കാൻ കഴിയുന്നവരെ ഈ പെൺപുഴു തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ച് അവിടെ നിൽക്കും. അതിൻ്റെ മരണത്തിന് തൊട്ടു മുമ്പ് ആ ജീവിയുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചുവന്ന നിറത്തിൽ നിന്നാണ് സ്കാർലറ്റ് എന്ന് പറയുന്ന മായാത്ത നിറം നിർമ്മിച്ചിരുന്നത്. പരുത്തി വസ്ത്രങ്ങളിൽ ഇത് 2 പ്രാവശ്യം മുക്കിയാൽ ആ നിറം ഒരിക്കലും മായില്ല. ഇവിടെ പ്രവാചകൻ പറയുകയാണ്, നിൻ്റെ പ്രിയജനത്തോട് പറയുകയാണ്, നിൻ്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കും. ഈ സ്കാർലറ്റ് എന്ന് പറയുന്ന നിറം അതിൽ വന്നാൽ അതൊരിക്കലും മായില്ല. അത് മനുഷ്യൻ്റെ പ്രവൃത്തികൾ കൊണ്ട് ഒരിക്കലും അതിനെ മാറ്റുവാനായിട്ട് കഴിയില്ല. പാപത്തെയും പ്രവാചകൻ അങ്ങനെ തന്നെയാണ് വിവക്ഷിക്കുന്നത്. ഈ പാപത്തിൻ്റെ കറ മനുഷ്യൻ്റെ പ്രയത്നം കൊണ്ട് പരിഹരിക്കാനാവില്ല. അതിനാലാണ് പാപികളായ നമ്മുടെ പാപങ്ങളെ ശുദ്ധീകരിക്കാൻ ദൈവത്തിൻ്റെ പ്രവർത്തനം ആവശ്യമായി വരുന്നത്. അതുതന്നെയാണ് ദൈവം മുൻകൂട്ടി അറിഞ്ഞതും തൻ്റെ പ്രിയപുത്രനെ ഈ വലിയ ദൗത്യത്തിനായി നിയോഗിച്ചതും. അവൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ദിസ് ക്ലെൻസിങ് ഈസ് എ മെറ്റഫോർ ഫോർ സ്പിരിച്വൽ പ്യൂരിഫിക്കേഷൻ എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ അർത്ഥവും ആഴവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാപം ശരീരത്തിനെയും ആത്മാവിനെ ഒരുപോലെ ചിതറിച്ച് കളയുന്നൊരു തിന്മയാണ്. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 23-ാമത്തെ വാക്യം നമുക്കേറെ പരിചിതമാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമാകുന്നു. അത് കേവലം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കപ്പെടാനുള്ള ഒന്നല്ല. പാപത്തിൻ്റെ അധീനതയിൽ നിന്ന് പുറത്തു വന്ന് ദൈവിക സന്തോഷങ്ങളിൽ ദൈവിക ഉണ്മയിലേക്കും ചേരുന്ന നിമിഷത്തിനായിട്ടാണ് ഓരോ വിശ്വാസികളും കാത്തിരിക്കേണ്ടതെന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 3-ാമത്തതും അവസാനത്തുമായ ചിന്ത, പ്രോമിസ് ഓഫ് ക്ലെൻസിങ് ബൈ ഗോഡ്. ദൈവത്തിൻ്റെ ശുദ്ധീകരണ വാഗ്ദാനത്തെയും നമ്മളിവിടെ കാണുന്നുണ്ട്. പ്രവാചകൻ പറയുകയാണ്, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും എന്ന് പറയുകയാണ്. ദൈവത്തിൻ്റെ പൂർണ്ണമായ ഒരു വിമോചനത്തെയാണ് ഇവിടെ നാം അതിലൂടെ മനസ്സിലാക്കേണ്ടത്. 1 യോഹന്നാൻ 1:9 പറയുന്നു, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഈ വാക്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ് മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നുള്ളൂ. ആ തിരിച്ചറിവാണ് ഈ നോമ്പുകാലം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ടത് എന്താണ്? 1, നമ്മുടെ പാപങ്ങളെ സമ്മതിക്കുക, ദൈവത്തോട് തുറന്നു പറയുക. 2, അനുതപിക്കുക, നമ്മുടെ പാപജീവിതം ഉപേക്ഷിക്കുക. 3, ദൈവത്തെ ഉള്ളിൽ സ്വീകരിക്കുക, അവൻ്റെ ക്ഷമയും മോചനവും സ്വീകരിക്കുക. 4, വിശുദ്ധ ജീവിതം നയിക്കുക. ദൈവകൽപ്പനകളെ ഉപാധികളില്ലാതെ അനുസരിക്കുവാനായി നമുക്ക് സാധ്യമാകണം. ഈ നോമ്പുകാലം മടങ്ങിവരവിൻ്റെ അനുഭവമായിട്ടാണ് ഈ വേദഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. തികഞ്ഞ ബോധ്യത്തോടുകൂടെ മടങ്ങി വന്നാൽ ഉപാധികളില്ലാതെ അവൻ സ്വീകരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അതിന് ഒരുക്കമാണോ? എങ്കിൽ നിശ്ചയമായും അവൻ നിങ്ങളെ ചേർത്തുകൊള്ളും. അതുകൊണ്ട് നമ്മുടെ എല്ലാ ആശങ്കകളും മാറ്റിവെച്ച് ഈ നോമ്പുകാലം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനായിട്ടുള്ള ഒരു മനഃപൂർവ്വമായ പരിശ്രമമായി തീരുമ്പോഴാണ് നോമ്പുകാലം അർത്ഥപൂർണമായി മാറുന്നത്. അതിനായി ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.